ഒരു 2015-16 കാലത്തൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് കാസാബ്ലാങ്ക എന്ന പേര് കയറി വരുന്നത്. കാസാബ്ലാങ്ക 2015 ഇറങ്ങിയ മിഷൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പ്രധാന ഭാഗം കാസാബ്ലാങ്കയിലുണ്ട്. അപ്പോൾ ആ സിനിമ കാണുമ്പോഴും അതുപോലെ മറ്റു ചില സിനിമകളും കാസാബ്ലാങ്ക എന്ന പേരിൽ 1942 തന്നെ ഇറങ്ങിയ ഒരു സിനിമ തന്നെയുണ്ട്. ഒരു ക്ലാസിക് മൂവിയാണ് കാസാബ്ലാങ്ക. അപ്പോൾ ഈ കാസാബ്ലാങ്ക എന്ന പേര് ഒരു വ്യത്യസ്തമായൊരു പേരാണല്ലോ. ഇത് ഒരാഫ്രിക്കൻ നഗരത്തിൻ്റെ പേരാണ്. മൊറോക്കോ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തെ ഒരു നഗരത്തിൻ്റെ പേര് കാസാബ്ലാങ്ക. ആഫ്രിക്കയുടെ വടക്ക് പടിഞ്ഞാറെ അതിരിലെ ഒരു രാജ്യം, യൂറോപ്പുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യം. ജിബ്രാൾട്ടർ എന്ന് പറയുന്ന ഒരു ചെറിയ കടലിടുക്ക് കടന്നാൽ നമുക്ക് യൂറോപ്പിലേക്ക് കയറാം, അതായത് സ്പെയിനിലേക്ക് കയറാം. ഈ കടലിടുക്ക് 10-20 കിലോമീറ്ററേ ഉള്ളൂ. മൊറോക്കോയിലേക്ക് പോകണം, കാസാബ്ലാങ്കയിൽ പോകണം, മറാക്കേഷിൽ പോകണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കൂടിക്കൂടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 കാലം കുറേയും കടന്നു പോന്നു. ഈ 2023 ഒരു ദിവസം നമ്മുടെ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ബൈജു എൻ നായരുമായിട്ട് ഒരു ദിവസം ഇങ്ങനെ സംഭാഷണത്തിലിരിക്കുമ്പോൾ ബൈജു കോവിഡ് കാലത്ത് മൊറോക്കോയിലെ കാസാബ്ലാങ്കയിൽ പെട്ടുപോയൊരു കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് നിങ്ങൾ പലരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവാം. അവിടെ ചെന്ന് ഇറങ്ങിയ പിറ്റേ ദിവസം തന്നെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു, ലോകം മുഴുവൻ അടച്ചുപൂട്ടപ്പെടുന്നു, വിമാനങ്ങളുടെ സർവീസ് എല്ലാം നിർത്തുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 3-3.5 മാസം ഇദ്ദേഹം അവിടെ കുടുങ്ങിപ്പോയി. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് അന്ന് അഭയം നൽകിയത് ഒരു മലയാളിയാണ്, സുനീർ കാൻഡി എന്ന ഒരു കണ്ണൂരുകാരൻ. ഞാൻ ബൈജുവിനോട് ചോദിച്ചു, ഈ സുനീർ കാൻഡി എങ്ങനെയൊന്ന് കോൺടാക്ട് ചെയ്യുന്നത്, എനിക്കൊന്ന് പോകണം. സുനീർ കാൻഡിയുടെ നമ്പർ വാങ്ങി ഒരു ദിവസം ഞാൻ സുനീറിനെ വിളിച്ചു. അതിനു മുമ്പ് തന്നെ ബൈജു വിളിച്ച് പറഞ്ഞിരുന്നെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ വിളിക്കും എന്ന്. ഏതായാലും സുനീർ വളരെ ഹൃദ്യമായ സംഭാഷണം. സുനീർ പറഞ്ഞു, ചേട്ടാ പോരെ, കയറിപ്പോരെ, പോരെ, ഒന്നും നോക്കണ്ട, ഞാനിവിടെയുണ്ട്. അപ്പം സുനീർ അങ്ങനെയാണ്, വളരെ പ്ലസൻ്റായ, വളരെ പോസിറ്റീവായ, എപ്പോഴും സംസാരിക്കുന്ന നല്ലൊരു മനുഷ്യൻ. സുനീർ പറഞ്ഞു, ഒന്നും നോക്കണ്ടെങ്കിൽ കയറിപ്പോരെ, സഞ്ചാരം ഇനി ഇവിടെ. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്തു. പിന്നെ താമസിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളിലെ ഹോട്ടലുകളും ബുക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു സുനീറിന് എൻ്റെ ടിക്കറ്റിൻ്റെ കോപ്പി അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ദിവസം ഇത്രാം തീയതി അവിടെ എത്തും. അതൊരു മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസത്തിൽ 2021 മാർച്ച് മാസം ഒരു ദിവസം ഉച്ചയോടുകൂടി ഞാൻ മൊറോക്കോയിലെത്തും എന്ന് പറഞ്ഞു. കാസാബ്ലാങ്കയിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തുമെന്ന് പറഞ്ഞു. സുനീർ പറഞ്ഞു, ഞാനിപ്പോൾ യൂറോപ്പിലാണ്, പക്ഷേ ചേട്ടൻ വരുന്ന സമയത്ത് എയർപോർട്ടിൽ ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ യൂറോപ്പിലെ എൻ്റെ യാത്ര ഇതിനു വേണ്ടി തന്നെ നിർത്തിവെച്ച് അങ്ങോട്ട് വരികയാണ്. അതാണ് സുനീർ. സുനീർ യൂറോപ്പിലേക്ക് മൊറോക്കോയിൽ നിന്ന് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സുള്ള ആളാണ്. എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഹൃദയം കയറ്റിവിടുകയല്ല. ഇദ്ദേഹം യൂറോപ്പിലെ പട്ടണങ്ങളിലെ വ്യാപാരികളുമൊക്കെ ആയിട്ട് നിരന്തര സമ്പർക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം യൂറോപ്പിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഓർഡർ എടുക്കുക, പണം കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും ഓർഡർ എടുക്കുക, അവരുമായിട്ട് ബന്ധം നിലനിർത്തുക, ഇതിനൊക്കെ വേണ്ടി നിരന്തരം യൂറോപ്പിലൂടെ സഞ്ചരിക്കുന്നയാൾ. അപ്പോൾ ഞാൻ പുറപ്പെടുന്ന ആ ദിവസമൊക്കെ അദ്ദേഹം യൂറോപ്പിലാണ്. ഞാൻ ചെന്നിറങ്ങുന്ന സമയത്ത് അന്ന് രാവിലെയാണ് അദ്ദേഹം യൂറോപ്പിൽ നിന്ന് തിരിച്ചു വരികയുള്ളൂ. എനിക്ക് വേണ്ടിയാണ്. ഏതായാലും ഞാൻ ദുബായിൽ നിന്ന് മൊറോക്കോയിലേക്ക് പറക്കുന്ന എമിറേറ്റ്സ് വിമാനത്തിൽ യാത്ര തുടരുകയാണ്. സൗദി അറേബ്യയുടെയും ഒക്കെ മുകളിൽ കൂടെ പറന്ന് ആഫ്രിക്കയുടെ വടക്കൻ തീരം ചേർന്ന്, മെഡിറ്ററേനിയൻ്റെ ആ തീരം ചേർന്ന് വിമാനം ഇങ്ങനെ പറക്കുമ്പോൾ ഞാൻ ജാലകത്തിലൂടെ താഴേക്ക് നോക്കിയിരിക്കുകയാണ്. അൾജീരിയ എന്ന രാജ്യത്തിൻ്റെ മുകളിലൂടെ പറക്കുകയാണ്. അൾജീരിയയുടെയും കടൽ തീരത്തുകൂടിയാണ്, മെഡിറ്ററേനിയൻ്റെ തീരത്തുകൂടെ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അൽജിയേഴ്സ് എന്ന് പറയുന്ന അവരുടെ തലസ്ഥാന നഗരം പിന്നിടുന്നു. പിന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോർട്ട് സിറ്റിയുണ്ട്, ബെജയ്യ എന്ന് പറയുന്നൊരു പട്ടണം. അവിടെ നിന്നാണ് ഈ അൾജീരിയയുടെ എണ്ണയും പ്രകൃതിവാതകവും ഒക്കെ കപ്പലിലേക്ക് ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ കപ്പൽ മെഡിറ്ററേനിയൻ ക്രോസ് ചെയ്ത് യൂറോപ്പിലെ പ്രധാന പട്ടണങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മൊറോക്കോയുടെ ഭൂഭാഗത്തേക്ക് എത്തുന്നു. വീണ്ടും കുറേ ദൂരം കൂടെ പറന്ന് കഴിയുമ്പോഴത്തേക്കും താഴെ മെക്കനസ് എന്ന് പറയുന്ന പട്ടണം കാണുന്നുണ്ട്. മെക്കനസും കടന്ന് പിന്നെ നമ്മൾ മൊറോക്കോയുടെ ഉൾനാടുകളുടെ മുകളിലൂടെ പറക്കുകയാണ്. ഈ ഉൾനാടുകളുടെ മുകളിലൂടെ പറക്കുമ്പോൾ കൃഷിയിടങ്ങളാണ് കാണുന്നത്. ഈ കൃഷിയിടങ്ങളൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് കൃഷി നടക്കുന്നതാണ് നമുക്ക് ആകാശത്ത് നോക്കുമ്പോഴേ കാണാം. ഇത് നമ്മൾ കണ്ട് ശീലിച്ച ഒരു ആഫ്രിക്ക അല്ലല്ലോ നമുക്ക് ആകാശത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും വിമാനം ലാൻഡ് ചെയ്യാൻ പോകുകയാണെന്നുള്ള അറിയിപ്പ് വരുന്നു. വിമാനം കുറേയും കൂടെ താഴുന്നു, കാസാബ്ലാങ്കയോട് അടുക്കുമ്പോൾ താഴത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കാണുകയാണ്. ഈ കൃഷിയിടങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ അച്ചടക്കത്തോടെ കൃഷി നടക്കുന്ന കൃഷിയിടങ്ങൾ, അതിൻ്റെ സമീപത്ത് ചെറിയ ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ,
ഈ കൃഷിയിടങ്ങളോട് ചേർന്ന് തന്നെ വലിയ ഗോഡൗണുകൾ പോലുള്ള കെട്ടിടങ്ങൾ, അത് ഈ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ സംഭരിക്കുന്ന കേന്ദ്രങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൊറോക്കോയിൽ നിന്നാണ് യൂറോപ്പിലേക്ക് ധാരാളമായി പച്ചക്കറികൾ കയറി പോകുന്നത്. അപ്പോൾ ആ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ശേഖരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും പാക്കേജ് ചെയ്യുകയും ചെയ്യുന്ന വമ്പൻ ഗോഡൗണുകളും ഫെസിലിറ്റികളൊക്കെ കാണാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും നല്ല ഹൈവേകൾ, അതിഗംഭീരമായ ഹൈവേകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു സാധാരണ ആഫ്രിക്കൻ രാജ്യത്തേക്കല്ല ചെല്ലുന്നത്, ഒരു യൂറോപ്യൻ നിലവാരമുള്ള ഒരു ആഫ്രിക്കൻ രാജ്യത്തേക്ക് നമ്മൾ ചെല്ലുന്നത് മനസ്സിലായി. അങ്ങനെ വിമാനം പോയി കസാബ്ലാങ്കയിലെ എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്തു. ഞാൻ പുറത്തേക്ക് നടന്നു. ഈ വിമാനത്തിൽ കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരോ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് വരുന്നവരോ ഒക്കെ ആയ ആളുകളാണ്, സഞ്ചാരികൾ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ മൊറോക്കോയിൽ പോകണമെങ്കിൽ വിസ വേണം. എനിക്ക് US വിസ ഉള്ളത് കൊണ്ട്, 10 വർഷത്തെ US വിസ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു 6000 രൂപയ്ക്ക് തുല്യമായൊരു ഫീസും അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ വിസ കിട്ടും. ആ പ്രിൻ്റുമായിട്ട് ചെന്നാൽ മതി. ഞാൻ അങ്ങനെയാണ് വിസയായിട്ട് പോയിരിക്കുന്നത്. അവിടെ ചെന്ന് ഇമിഗ്രേഷൻ പ്രോസസ്സ് എല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയായി പുറത്തേക്ക് നടന്നു. പുറത്ത് ചെന്ന് ഞാൻ നോക്കുമ്പം സുനീറിനെ കാണുന്നില്ല. സുനീർ ഇവിടെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നേരം അവിടെയൊക്കെ തപ്പി നടക്കുമ്പം ഇതാ ഒരാൾ ഇങ്ങനെ ഓടി വരുന്നു എൻ്റെ നേരെ. ഏറ്റവും അടുത്ത ഒരു ബന്ധു എന്ന പോലെ, ഏറ്റവും സുപരിചിതനായ ഒരു വ്യക്തി എന്ന പോലെ വന്ന് ആലിംഗനം ചെയ്ത് അദ്ദേഹം സ്വീകരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര, ക്ഷീണിച്ചോ മടുത്തോ എന്നൊക്കെ പറഞ്ഞ വിശേഷവും കുശലവും എല്ലാം പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകണം. അപ്പോൾ കൂടെ ഒരാളോട് ഉണ്ട്, താടിയൊക്കെയുള്ള ഒരാൾ, റിസ്വാൻ. അത് സുനീറിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്. അപ്പോൾ അദ്ദേഹവും കൂടെ ഉണ്ട് കൂടെ. അദ്ദേഹവും അടുത്ത ദിവസങ്ങളിലെ യാത്രകളിൽ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. സ്കോഡയുടെ കോഡിയാക്ക് എന്ന് പറയുന്ന ഒരു കാറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ എൻ്റെ ലഗേജൊക്കെ കൊണ്ടുപോയി വെച്ചു. എയർപോർട്ടിൻ്റെ പുറത്തുനിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തു. ഈ കഥയൊക്കെ പറയണമല്ലോ സഞ്ചാരത്തിൽ. ഞാൻ വണ്ടിയിൽ കയറി. അപ്പം ഗ്ലാസ്സൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പുള്ളിക്കറിയാം എങ്ങനെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. റിസ്വാൻ പുറകെ കയറി, സുനീർ വണ്ടിയെടുത്തു. അങ്ങനെ ഞങ്ങൾ മുഹമ്മദ് ഫിഫ്ത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നഗരത്തിലേക്ക് പോവുകയാണ്. ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ ഉണ്ട് കസാബ്ലാങ്ക സിറ്റിയിലേക്ക്. ഇപ്പോൾ ഒരു 1 മണിയായിട്ടേ ഉള്ളൂ, ഒരു 1:30 ആയിട്ടുണ്ടാവും. 12:30 ആയപ്പോൾ ലാൻഡ് ചെയ്താണ്. പ്രോസസ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഒരു 1:15 ആയിട്ടുണ്ടാവും. ഇനി ഉച്ച കഴിഞ്ഞ് നല്ല സമയമുണ്ട്. തന്നെയല്ല, ഈ മാർച്ച് മാസം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. പകൽ തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിലും തണുപ്പുണ്ട്. ഒരു 20-22 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ നല്ല ഉച്ചയ്ക്ക് പോലും ടെമ്പറേച്ചർ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 14 ഡിഗ്രി ആയിട്ട് താഴും. നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഇന്നും പരമാവധി നമുക്ക് ഈ കസാബ്ലാങ്ക പരിസരത്തെ കാഴ്ചകളെല്ലാം കണ്ടു തീർക്കണം. എന്നിട്ട് നാളെ നമുക്ക് നഗരം വിടണം. ദീർഘമായ യാത്ര. ഫെസ് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോകണം. അത് കഴിഞ്ഞ് അവിടുന്ന് ഉൾഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യണം. പിന്നെ റബാത്ത് എന്ന് പറയുന്ന ഇവരുടെ തലസ്ഥാന നഗരം കാണാൻ പോകണം. അത് കഴിഞ്ഞ് ഇവരുടെ സാംസ്കാരിക നഗരമായ മറാക്കാഷിലേക്ക് പോകണം. പിന്നെ ഇവരുടെ മലനിരകളിലേക്ക് പോകണം, പർവ്വതമുടികളിലേക്ക് പോകണം, അവിടുത്തെ ഗോത്രഗ്രാമങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സങ്കല്പം. ഇതൊക്കെ നടക്കുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ സുനീർ പറഞ്ഞു ഓക്കെ നമുക്ക് പോയിരിക്കും. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് സുനീർ ചോദിച്ചു, നമുക്കേ ഒരു ചായ കുടിച്ചാലോ, ഒരു മൊറോക്കൻ ടീ, അതിലങ്ങ് തുടങ്ങിയാലോ? ഞാൻ പറഞ്ഞു സമ്മതമാണ്. എനിക്ക് ഈ ചായ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ അറബി നാടുകളിലെ, പ്രത്യേകിച്ച് മൊറോക്കൊക്കെ പോലുള്ള നാടുകളിലെ ചായ നല്ല ഗംഭീരമായിരിക്കും എനിക്കറിയാം. ചില ആഫ്രിക്കയുടെ ചില പ്രദേശങ്ങളിൽ ചായയേക്കാൾ നല്ലത് കാപ്പിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എത്യോപ്യയിലൊക്കെ ചെന്നാൽ എത്യോപ്യൻ കാപ്പി ഗംഭീരമാണ്. അതുപോലെ യൂറോപ്പിലും കാപ്പിയാണ് പ്രധാനം. പക്ഷേ അറബ് നാടുകളിലും പ്രത്യേകിച്ച് മൊറോക്കോയിലൊക്കെ ചായയാണ്. അങ്ങനെ ഒരു പെട്രോൾ പമ്പിൻ്റെ സമീപത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി അവിടെ ചെന്നു. ചായ ഓർഡർ ചെയ്തു. ചായ ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചത് സുനീറിന് ഇഷ്ടപ്പെട്ടില്ല. സുനീർ പറഞ്ഞു ഇതെന്താ ഇങ്ങനെയല്ല ഇവിടെ ചായ സെർവ് ചെയ്യുന്നത്. കാരണം അവിടെ ഒരു ട്രഡീഷണൽ ഒരു പാത്രമുണ്ട് ഇവർക്ക്. ഒരു പ്രത്യേക രീതിയിലുള്ള ട്രഡീഷണൽ പാത്രത്തിലാണ് ഈ ചായ കൊണ്ടുവരിക. അതുകൊണ്ടൊന്നൊരു പ്രത്യേക രീതിയിലുള്ള ഒരു പാത്രത്തിലാണ് ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യുക. ഈ കാഴ്ച എനിക്ക് കിട്ടാനും അതിലൂടെ എന്നെ ആദ്യം സർപ്രൈസ് ചെയ്യാനുമാണ് ആശാൻ കാത്തിരിക്കുന്നത്. അപ്പോഴാണ് സാധാരണ ഒരു ചായക്കട റെസ്റ്റോറൻറ്റിലെ പോലെ മഗ്ഗും കപ്പും ഒക്കെ ആയിട്ട് ഈ സാധനം കൊണ്ടിരുന്നത്. അപ്പോൾ സുനീർ നമ്മുടെ ഏതോ ഒരു സിനിമയിൽ ശങ്കരാടി പറയുന്ന പോലെ എടുക്കുക എന്നിട്ട് കൊണ്ടുപോവുക, ട്രഡീഷണൽ പാത്രത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ വീണ്ടും ഓടിച്ചു. ഇവനെ വീണ്ടും പോയി ആ ട്രഡീഷണൽ പാത്രമൊക്കെ സംഘടിപ്പിച്ച് അതിനകത്ത് കൊണ്ടുവന്നു. ഈ കട്ടൻ ചായയിൽ മിൻറ്റും പഞ്ചസാര ഇട്ടൊരു സാധനമാണ്. പക്ഷേ അതീവ രുചികര, രസകരം അത് കഴിക്കാൻ. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അടുത്ത ദിവസത്തെ പദ്ധതികളൊക്കെ ഇട്ടു. വീണ്ടും യാത്ര തുടരുകയാണ്. ഞങ്ങൾ ഓടി നഗരത്തിലേക്ക് കയറി, കാസാബ്ലാങ്ക നഗരത്തിലേക്ക്. കാസാബ്ലാങ്കയിൽ ഇവിടെ നിന്ന് തുടങ്ങണം. കാസാബ്ലാങ്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഹസൻ ടു മോസ്കാണ്. അത് വെറും ഒരു മോസ്കല്ല, അതൊരു സംഭവമാണ്. അതൊരു ചരിത്ര നിർമ്മിതിയാണ്. കണ്ടാൽ അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തോ പണിതാന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം.
പക്ഷേ അത് പണിതത് 1986 പണി തുടങ്ങുകയും 93 പണി തീരുകയും ചെയ്തൊരു മോസ്കാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു ദേവാലയ ഗോപുരം എന്ന് പറയുന്നത് ഈ മോസ്കിൻ്റെ മിനാരമാണ്. ഏതാണ്ട് 60 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ഒരു മിനാരം. കൂടാതെ 200 മീറ്റർ നീളം, അതായത് 2 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ നീളമുള്ളതാണ് ഈ മോസ്കിൻ്റെ പ്രധാന ഹാള്. അതുമാത്രമല്ല, അത് ലോകത്തിലെ ഏറ്റവും വലിയ മോസ്കുകളിലൊന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ ദേവാലയങ്ങളിൽ മോസ്കുകളിൽ 6ാം സ്ഥാനം ഈ മോസ്കിനാണ്. അതിനുശേഷം വലിയ കുറേ മോസ്കുകൾ വന്നതുകൊണ്ടാണ്. 90കളിൽ ഇത് പണിയുമ്പോൾ മക്കയിലെ പ്രധാന പള്ളി കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ദേവാലയം ഇതായിരുന്നു. പക്ഷേ പിന്നീട് മറ്റു പല ദേവാലയങ്ങളും ലോകത്തിൻ്റെ പല അറബി നാടുകളിലുമൊക്കെ വന്നപ്പോൾ ഇവൻ 6ാം സ്ഥാനത്തേക്ക് മാറിയതാണ്. ഒരു ഗംഭീര സംഭവമാണ്. ഇത് കടലിനകത്തേക്ക് ഇറക്കിയാണ് പണിത് വച്ചിരിക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി പണിത് വച്ചിരിക്കുന്ന 10-60 മീറ്റർ ഉയരത്തിൽ ഇങ്ങനെ വലിയൊരു ഗോപുരത്തോടു കൂടി നിൽക്കുന്ന മനോഹരമായ നിർമ്മിതി. അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ തീരുമാനിച്ചു. ഹസൻ II എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ഒരു മോഹമാണിരുന്നു കടലിലേക്ക് ഇറക്കി അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ദേവാലയം ഇവിടെ പണിയണമെന്ന്. 96 പണി തുടങ്ങി 99 തീരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. കാശൊന്നും ഇല്ലായിരുന്നു. നാട്ടുകാരുടെ അടുത്ത് പിരിവെടുത്തു. നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞാൽ ജനങ്ങളോട് സംഭാവന ചെയ്യാൻ പറഞ്ഞു. നല്ല പൈസ സംഭാവന ചെയ്തവർക്കെല്ലാം ഓരോ സർട്ടിഫിക്കറ്റും കൊടുത്തു. നിങ്ങൾ ഈ മോസ്ക് പണിയാൻ ഇത്ര രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. അവരോരോരുത്തരും അവരുടെ വീടുകളിൽ ആ സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് വെച്ചു, വലിയൊരു ബഹുമതി പത്രം പോലെ. എന്നിട്ടും പണി തീരാൻ കാശ് തികഞ്ഞില്ല. പിന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നും കടം വാങ്ങി. ആ കടമൊക്കെ എപ്പോഴത്തേക്കും കൊടുത്തു വീട്ടി. പക്ഷേ വലിയ തോതിൽ സ്ട്രഗിൾ എടുത്ത് പണിത ഒരു കെട്ടിടമാണ്, വലിയൊരു മോസ്കാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന എൻട്രൻസ് ഉണ്ട്. നല്ല പ്രൊമനേഡിൽ കൂടി അങ്ങ് പോയി നമ്മൾ ഈ പ്രൊമനേഡിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഞെട്ടിപ്പോകും. നമ്മളൊരു ആഫ്രിക്കയിലേ അല്ല, നമ്മൾ ഏറ്റവും സമ്പന്നമായൊരു യൂറോപ്പിലെ ഏറ്റവും ഭംഗിയായി പ്രൗഢമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രൊമനേഡിലൂടെ അതിമനോഹരമായ വൃത്തിയായ സുന്ദരമായ സ്ഥലത്തൂടെ അങ്ങനെ പോവുകയാണ്. അതിൻ്റെ പ്രധാന എൻട്രൻസിൽ കൂടെ നമുക്ക് അങ്ങോട്ട് കയറാൻ ചെല്ലുമ്പോൾ അവിടെ വേലി കെട്ടിയിരിക്കുക. കാരണം അതിലൂടെ അപ്പം കയറ്റിവിടില്ല. ടൂറിസ്റ്റുകൾ പോകണമെങ്കിൽ വേറൊരു ഭാഗത്തൂടെ പുറകെ ഏതാണ്ട് ഒരു വശത്തുകൂടെ ചെന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് കയറി വരണം. അങ്ങോട്ട് വണ്ടി വിട്ടു, അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തു. അവിടെ കുറേ ബസ്സുകളുണ്ട്. വിദേശികളായ ടൂറിസ്റ്റുകൾ വരുന്നവരൊക്കെ വരുന്ന ബസ്സുകളാണ് അവിടെ. അവിടുന്ന് ആളുകൾ ധാരാളം പേര് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും റിസ്വാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ടിക്കറ്റ് എടുക്കാൻ പോയി. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തു വന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങ് നടക്കണം കുറേ ദൂരം. മനോഹരമായി കല്ല് വിരിച്ചിരിക്കുന്ന വലിയൊരു സ്ക്വയറാണ് ഈ മോസ്കിനും നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് നടക്കുന്ന ഭാഗത്തിനും ഇടയ്ക്ക്. ഈ മോസ്കിനോടനുബന്ധിച്ച് ഒരു മദ്രസയുണ്ട്, ഒരു വലിയ മ്യൂസിയം ഉണ്ട്, പിന്നെ ഒരു ഹമാമുണ്ട്, അതായത് കുളിപ്പുരകളുണ്ട്. അങ്ങനെ കുറേയേറെ സംഭവങ്ങളുണ്ട്. അതെല്ലാം വളരെ മനോഹരമായി പണിതിരിക്കുക. ബ്യൂട്ടിഫുള്ളാണ്. നമ്മളങ്ങനെ ഇതിലൂടെ നടക്കാം. അതിനകത്ത് ഈ ടിക്കറ്റ് എടുക്കുന്നിടത്തുനിന്ന് മോസ്ക് വരെ നടക്കണമെങ്കിൽ അത് പറ്റാത്തവർക്ക് വേണ്ടി ബഗ്ഗുകളുണ്ട്. ബഗ്ഗികളിൽ പോകാം. അങ്ങനെ പോകുന്ന സായിപ്പുമാരും വയസ്സായവരും ഒക്കെ ഉണ്ട്. നമ്മൾ നടക്കുമ്പോൾ ദൃശ്യങ്ങളിങ്ങനെ പകർത്താം. നമ്മൾ കൂടുതൽ അടുത്ത് ചെല്ലുമ്പോഴാണ് ഈ മിനാരത്തിൻ്റെ ഉയരം നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ചുവട്ടി നിൽക്കുന്ന ആളുകളുടെ ഉയരമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇവനങ്ങ് നിൽക്കുക ആകാശം മുട്ടെ. അത്ര ഉയരമുള്ളൊരു ദേവാലയം നമ്മൾ വേറൊരിടത്തും കണ്ടിട്ടില്ല. ഇതിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ടിക്കറ്റ് കൊടുത്തിട്ട് കയറണം. പക്ഷേ അകത്ത് കയറുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഷൂസ്, അതെല്ലാ ദേവാലയത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്, ഷൂസ് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുന്ന് ഒരു പ്ലാസ്റ്റിക് കൂട് തരും നമുക്കൊരു കാരി ബാഗ് പോലെ. നമ്മൾ കയറുന്ന ഒരു വാതക്കൂടെയാണല്ലോ, ഇറങ്ങി വരുന്നതിലൂടെയല്ല. അതുകൊണ്ടാണ് ഈ ക്യാരി ബാഗ് തരുന്നത്. ചെരുപ്പ് അതിനകത്ത് ഇടാം. എന്നിട്ട് ഈ ക്യാരി ബാഗും പിടിച്ചുകൊണ്ട് നമുക്ക് അകത്തൂടെ പോകാം. അകത്ത് കയറി ചെല്ലുന്നു. അകത്ത് കയറി ചെല്ലുമ്പോഴാണ് ഒരു അത്ഭുത നിർമ്മിതിയാണ്. ദേവദാരു കൊണ്ടാണ് സീലിങ്ങും മേൽക്കൂരയും ഒക്കെ പണിതിരിക്കുന്നത്. പാനൽ ചെയ്തിരിക്കുന്നത് മാർബിൾ കൊണ്ടുള്ള തൂണുകളാണ്. ഈ തൂണുകൾ മുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആർച്ചുകളായി രൂപാന്തരപ്പെടുന്നു. ഈ മാർബിളിൻ്റെ തൂണുകളിലെല്ലാം സൂക്ഷ്മമായ കൊത്തുപണികൾ. ചില ഭാഗങ്ങളിൽ ഒരു തട്ട് പോലൊരു ഭാഗം പണിതിട്ടുണ്ട്. ദേവദാരു കൊണ്ട് പണിത ഒരു തട്ട്. ഈ തട്ടിൻ്റെ മുകളിലാണ് സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം. ടൂറിസ്റ്റുകൾക്ക് ഇതിനകത്ത് കയറാം. അവർ തലമോടണമെന്നോടെ വലിയ നിർബന്ധമൊന്നുമില്ല സ്ത്രീകൾ ആയ ടൂറിസ്റ്റുകൾക്ക്. പക്ഷേ കാല് കാണിക്കാത്ത മറയ്ക്കുന്ന വസ്ത്രം ധരിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. ചില ഭാഗത്തെത്തുമ്പോൾ നമുക്ക് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് തറയിൽ. അതിലൂടെ നമുക്ക് താഴത്തെ നില കാണാം. ആ താഴത്തെ നില എന്ന് പറയുന്നത് ശരിക്കും സമുദ്രനിരപ്പിനേക്കാൾ താഴെയാണ്. അവിടെ ആണ് ദേഹശുദ്ധി വരുത്താനുള്ള ഫൗണ്ടനുകളൊക്കെ, പ്രാർത്ഥനയ്ക്ക് മുമ്പ് ശരീരം കഴുകാനുള്ള, കൈകാലുകളൊക്കെ കഴുകാനുള്ള ഭാഗങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഈ 200 മീറ്റർ നമുക്കങ്ങനെ നടക്കാം. അതിമനോഹരമായ ഒരു നിർമ്മിതിയാണ്. അതെല്ലാം കണ്ടു. വീണ്ടും ഞങ്ങളൊരു വലിയ താഴിക്കുളത്തിനടിയിലൂടെ സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ താഴെ മറ്റൊരു ലോകം. അതാണ് ഞാൻ പറഞ്ഞ ആ ഭാഗം ശരിക്കും അറ്റ്ലാന്റിക് സമുദ്രത്തേക്കാൾ താഴെയാണ്. ഏതായാലും ഈ കാഴ്ചകളെല്ലാം കണ്ട്
ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയിട്ട് നമ്മൾ ചെല്ലുന്നത് മറ്റൊരു ഭാഗത്തേക്കാണ്, കടലിൻ്റെ തീരത്തേക്കാണ്. അവിടെ മനോഹരമായൊരു പ്രൊമനേഡുണ്ട്. ആ ഭാഗം ഒരു ഭാഗം മുഴുവൻ നല്ല വെള്ള മാർബിൾ കൊണ്ടുള്ള സ്റ്റെപ്സാണ്. അവിടെ ആളുകൾക്ക് ഇരിക്കുക ഇങ്ങനെ. വേറൊരു ഭാഗം മുഴുവൻ പുൽമേടുകളാണ്, കല്ല് വിരിച്ച ഭാഗങ്ങളാണ്, വെളുത്ത കല്ല് വിരിച്ച ഭാഗങ്ങൾ പ്രൊമനേഡായിട്ട്. ഈ പ്രൊമനേഡിൽ നമുക്ക് നിൽക്കുമ്പോൾ കടൽ തീരത്താണ് നിൽക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തിരകളിങ്ങനെ വന്ന് തിരയടിച്ചിങ്ങനെ കയറുക തീരത്തേക്ക്. ഈ കടലിലൂടെ, ഈ നമ്മൾ ഈ നിൽക്കുന്ന കടലിൻ്റെ തീരഭാഗത്തുകൂടെ എത്രയോ പായ്ക്കപ്പലുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നു പോയിട്ടുണ്ട്. വാസ്കോഡി ഗാമ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യ തേടി വന്നത് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരുമൊക്കെ ഒരു കാലത്ത്, ഡച്ചുകാരുമൊക്കെ ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തൊക്കെ ഈ തീരം ചേർന്നായിരുന്നു. എത്രയെത്ര നാവികർ കടന്നുപോയ വഴികൾ. ഇതിലൂടെ കടന്നുപോയ പല നാവികരും പിന്നെ തിരിച്ചു വന്നിട്ട് പോലും ഇല്ല എന്ന് ഓർക്കണം. ആയിരക്കണക്കിന് പടയാളികൾ, ആയിരക്കണക്കിന് കച്ചവടക്കാർ ഒക്കെ ഇന്ത്യ ലക്ഷ്യമാക്കി കടന്നുപോയത് ആഫ്രിക്കയുടെ ഈ പടിഞ്ഞാറോട്ട് തള്ളി നിൽക്കുന്ന ഈ മുനമ്പിനെ ചുറ്റിയാണ്, ഈ ഭാഗത്തെ ചുറ്റിയാണ്. അതൊക്കെ ചരിത്രവും കൂടെ മനസ്സിൽ കണ്ട് ദൃശ്യങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മളവിടെ നിന്ന് ഇത് സങ്കല്പിക്കുമുണ്ടല്ലോ, ആ തണുത്ത കാറ്റും ആ തിരയും ഒക്കെ നമുക്ക് തരുന്ന അനുഭൂതി ചില്ലറയല്ല, വേറൊരു തരം അനുഭൂതിയാണ്. അതെല്ലാം എത്ര നേരം നിന്നാലും മടുക്കുകയല്ല, നമ്മൾ മതി വരികയില്ല. ഞാൻ ചിത്രീകരിച്ച് നിൽക്കുമ്പോഴത്തേക്കും സുനീർ വന്നിട്ട് പോവാം. അപ്പോൾ അവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്, ലഘുഭക്ഷണമൊക്കെ വിൽക്കുന്ന ആളുകൾ. പക്ഷേ ഇവരൊന്നും വൃത്തികേടാക്കുന്നില്ല, അവിടെ ഒരു ശല്യമായി മാറുന്നില്ല, അവിടുത്തെ ആ സൗന്ദര്യത്തിനെ ഒരു തരത്തിലും കോട്ടം വരുത്തുന്നില്ല. എല്ലാവരും അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച ആളുകൾ, കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് വരുന്നവർ. ഞങ്ങൾ വീണ്ടും ചെന്ന് കാറിലേക്ക് കയറി. അങ്ങനെ ആദ്യത്തെ കാഴ്ചയിൽ നിന്ന് യാത്ര തുടരുകയാണ്. കാസാബ്ലാങ്ക നഗരത്തിൻ്റെ കാഴ്ചകളിലേക്ക് ഇനി പോവുകയാണ്. വണ്ടിക്കകത്ത് ചെന്ന് കയറുമ്പം ഡിക്കിക്കകത്തുനിന്ന് ഒരു ചെറിയ ബക്കറ്റ് സുനീർ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഫ്രണ്ടിൽ, ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലാണല്ലോ ഇരിക്കുന്നത്, ആ ഫ്രണ്ടിലെ 2 സീറ്റിൻ്റെ നടുക്കുള്ള ഭാഗത്തേക്ക് ഈ ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് പറഞ്ഞു, സന്തോഷേട്ടാ കഴിക്കേ, ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, വിമാനത്തിൽ നിന്ന് കഴിച്ചാൽ അത് പോരാ, കഴിക്കണം. ഇതെന്താ സംഭവം? ബക്കറ്റ് തുറക്കുമ്പോൾ അതിനകത്ത് നിറയെ ഡ്രൈ ഫ്രൂട്ട്സാണ്. ഉണക്കമുന്തിരി, കശുവണ്ടി, കടല, പിന്നെ എന്തൊക്കെയോ ഉണക്കിയ കായകൾ, ഇതെല്ലാം കൂടെ. കാറിൽ ഞങ്ങളിങ്ങനെ കാസാബ്ലാങ്ക നഗരത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ നഗരം വളരെ ബ്യൂട്ടിഫുള്ളാണ്, അതിമനോഹരമാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിടങ്ങൾക്കെല്ലാം വെള്ള നിറം, അതിനെല്ലാം ഏതാണ്ട് ഒരേ ഉയരം. ഈ നഗരം, ഈ ഭാഗം രൂപപ്പെടുത്തിയതൊക്കെ ഫ്രഞ്ചുകാരാണ്. ഈ 1900 ആദ്യ നാളുകളിൽ ഫ്രഞ്ചുകാർ ഇവിടെ വന്ന് കൂടി, പിന്നെ ഈ പ്രദേശത്തിൻ്റെ ഭരണം പിടിച്ചു. അങ്ങനെ 1950 വരെ അവരായിരുന്നു ഭരിച്ചത്. ആ കാലത്താണ് ഈ നഗരത്തെ രൂപപ്പെടുത്തിയത്. അധിനിവേശ ശക്തികളായിരുന്നെങ്കിലും അവർ വൃത്തിയായിട്ട് നഗരത്തെ ഡിസൈൻ ചെയ്തു. അപ്പോൾ ഈ 2 വശത്തും വെള്ള നിറം മാത്രമുള്ള കെട്ടിടങ്ങൾ. നടുക്കുകൂടെ ഒരു ഡിവൈഡറുണ്ട് റോഡിൻ്റെ. ആ ഡിവൈഡറിൽ മനോഹരമായ പനകളിങ്ങനെ നട്ടുവെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പം നമ്മൾ ലോകത്ത് വേറെങ്ങും കാണാത്ത മനോഹരമായ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വിഷ്വലാണ്. അതുപോലെ ഈ വെളുത്ത പല കെട്ടിടങ്ങളിൽ നിന്നും ഈ ചുവപ്പ് നിറത്തിലുള്ള ബൊഗൈൻവില്ല പൂക്കളിങ്ങനെ കവിഞ്ഞ് കിടക്കുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണത്. അതിലൂടെ പോകുമ്പം സുനീറിൻ്റെ കഥ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നാ ഇവിടെ വന്നേ? സുനീർ പറഞ്ഞു, 2005 ഞാൻ ഇവിടെ എത്തിയതാണ്. ഇവിടെ എത്തി അധികം താമസിയാതെ ഞാൻ വലിയൊരു സാഹസം ചെയ്തു. അതെന്താ സാഹസം എന്നറിയാനുള്ള കൗതുകമായി. 2006 ഞാനൊരു മൊറോക്കോക്കാരിയെ കെട്ടി. ആ മൊറോക്കോക്കാരി ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. നിങ്ങളെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെല്ലുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പോയി അങ്ങ് ഉച്ചഭക്ഷണം എപ്പം കഴിച്ചാലോ വീട്ടിൽ പോയി? ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് ഈ വെയിലുള്ളപ്പോൾ നല്ല പകൽ സമയത്ത് ഇതെല്ലാം ഷൂട്ട് ചെയ്യണം. സുനീറിന് 2 മക്കളുണ്ട്, പെൺമക്കളുണ്ട്. അവരൊക്കെ ആയിട്ട് കസാബ്ലാങ്കയിലാണ് താമസം. എന്നാൽ മറാക്കേഷ് എന്ന് പറയുന്ന ഇവരുടെ സാംസ്കാരിക നഗരമുണ്ട്. അവിടെയാണ് സുനീറിൻ്റെ ഉമ്മ അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അവിടെയുണ്ട്. അങ്ങനെ കുറേ ദൂരം കൂടി ഓടിക്കഴിയുമ്പോഴത്തേക്കും വഴിയരികിൽ വലത് സൈഡിൽ ഒരു വെളുത്ത പള്ളി, കാസാബ്ലാങ്ക കത്തീഡ്രലാണത്. ഫ്രഞ്ചുകാർ ഇവിടം ഭരിച്ചിരുന്നൊരു കാലത്ത് ധാരാളം ഫ്രഞ്ചുകാരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ഒരു പ്രധാന കത്തീഡ്രലായിരുന്നു, പള്ളിയായിരുന്നത്. പക്ഷേ 1956 ആയപ്പോഴത്തേക്കും ഫ്രഞ്ചുകാർ ഇവിടെ നിന്ന് ഭരണം തിരികെ ഏൽപ്പിച്ച് ഇവിടുന്ന് നാടുവിട്ടു. അതോടെ പള്ളിയുടെ സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാതായി. കാരണം ക്രിസ്ത്യാനികളുടെ എണ്ണം തീരെ കുറഞ്ഞു. പിന്നെ ആ പള്ളിയെ ഒരു കൾച്ചറൽ സെൻ്ററാക്കി മാറ്റി. മ്യൂസിയവും കൾച്ചറൽ ഇവൻറ്റ്സ് നടക്കുന്ന സ്ഥലമൊക്കെ ആയിട്ട് മാറ്റി. ഇപ്പോഴതൊരു കൾച്ചറൽ സെൻ്ററാണ്. അതിൻ്റെ മുമ്പിൽ ഇറങ്ങി നിന്ന് ഞാൻ 2 ഷോട്ടൊക്കെ എടുത്തു. പക്ഷേ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല. സുനീർ വണ്ടിക്കകത്തിരുന്ന് ഓഫാക്കാതെ അതിനകത്തിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് പോയി 2 ഷോട്ടൊക്കെ എടുത്ത് തിരിച്ചു വന്നു. ഞാനും റിസ്വാനും കൂടെ വണ്ടിയിൽ കയറി വീണ്ടും യാത്രയായി. പിന്നെ നമ്മൾ എത്തുന്നത് മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. മദീന എന്ന് പറഞ്ഞാൽ അറബിയിൽ പട്ടണമെന്നേ അർത്ഥമുള്ളൂ. പക്ഷേ മദീന എന്ന പേരിലാണ് അതിൻ്റെ പുരാതന നഗരഭാഗം അറിയപ്പെടുന്നത്. അവിടെ ഒരു സൂക്കൊക്കെ ഉണ്ട്. സൂക്ക് എന്ന് പറഞ്ഞാൽ ചന്ത. അവിടമാണ് ശരിക്കുള്ളൊരു സാംസ്കാരിക കേന്ദ്രം. അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാവുന്നിടത്ത് വണ്ടി കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ
കുറേയേറെ കടകളാണ് നമ്മൾ മെയിൻ റോഡിൻ്റെ സൈഡിൽ. പക്ഷേ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറി കഴിയുമ്പം രണ്ട് വശത്തും കടകളുള്ള, നടന്ന് മാത്രം കാഴ്ചകളിലേക്കും ഷോപ്പിങ്ങിനും പോകാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റാണ്. പല സ്ട്രീറ്റുകളുണ്ടെങ്കിലും പ്രധാനമായൊരു സ്ട്രീറ്റുണ്ട്. ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് വശത്തും കച്ചവട പീടികകളാണ്. അവിടെയെല്ലാം ബഹുഭൂരിപക്ഷം സുവനീർ കടകളാണ് ഒരു ഭാഗം മുഴുവൻ. ഈ സുവനീർ കടകളിൽ തന്നെ ലെതറിൻ്റെ ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ. ലെതർ ബാഗുകൾ, ലെതർ ചെരുപ്പുകൾ, ലെതർ കൊണ്ടുള്ള പേഴ്സുകൾ, ബെൽറ്റുകൾ. മൊറോക്കോ ലെതറിൻ്റെ ഒരു കേന്ദ്രമാണ്. ലെതറിനെ ടാൻ ചെയ്യുന്ന നിരവധി ഫാക്ടറികളുണ്ട്. നാളെ നമ്മൾ ഫെസിലേക്ക് പോകുമ്പോൾ അവിടെ കാണാം. അതൊരു വലിയ കാഴ്ച തന്നെയാണ്. ആ ഇൻഡസ്ട്രി അത് കൈകൊണ്ട് അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിൽ ലെതറിനെ പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ ഗംഭീരമായൊരു അനുഭവമാണ്. ആ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുക. ധാരാളം ആളുകൾ വന്ന് ഈ ലെതറിൻ്റെ പല സാധനങ്ങളും വാങ്ങുന്നുണ്ട്. എല്ലാം അതിമനോഹരമായ സാധനങ്ങളാണ്. കൂടാതെ പെയിൻറ്റിങ്ങുകളുണ്ട്, കരകൗശല വസ്തുക്കളുണ്ട്, തുണിത്തരങ്ങൾ, ഇങ്ങനെ പല പല സാധനങ്ങൾ. കളർഫുള്ളാണ്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്. ഒരു രസമായ നടത്തമാണ് ഇതിനകത്തൂടെ. ഈ മാർക്കറ്റിനകത്തേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് അതിൽ രണ്ട് കഥാപാത്രങ്ങളെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. പൂക്കളൊക്കെ പിടിപ്പിച്ച് ഒരു പ്രത്യേകതരം തൊപ്പി തലയിൽ വെച്ചിരിക്കുന്നു. കളർഫുള്ളായൊരു ഡ്രസ്സ്, ഒരു ബാഗ് പോലൊരു സാധനം ഇവരിങ്ങനെ ഇട്ടിരിക്കുന്നു. ലെതർ കൊണ്ടുള്ളതാണ്. അതിങ്ങനെ കൈയുടെ കക്ഷത്തിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു പൈപ്പ് വരുന്നുണ്ട്. ആ പൈപ്പിൻ്റെ അറ്റത്ത് ഇവർക്ക് രണ്ട് കപ്പൊക്കെ ഉണ്ട്. കുറേ കപ്പുകളുണ്ട് ഇവരുടെ അടുത്ത്. അപ്പം നമ്മൾ ചെന്ന് ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്ന് ഇവർ ഈ കപ്പ് പിടിച്ച് ഇങ്ങനെ ഒന്ന് ഞെക്കുമ്പോൾ ഈ പൈപ്പിൽ കൂടെ ഇതിനകത്തേക്ക് എന്തോ ദ്രാവകം വന്ന് വീഴും. ഇത് തരും. നമുക്ക് പൈസ കൊടുക്കണം. ആ പൈസ കൊടുത്താൽ ഇത് തരും. സംഭവം എന്താണെന്നറിയോ? പച്ചവെള്ളമാണ്. പണ്ട് ഈ നഗരത്തിലും ഗ്രാമങ്ങളിലും പാതകളിലുമൊക്കെ വെള്ളം കൊടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരിങ്ങനെ വേഷത്തിൽ നിൽക്കും. ആളുകൾക്ക് വെള്ളം കൊടുക്കും. ചിലർ സൗജന്യമായിട്ട് കൊടുക്കും, ചിലർ പൈസയ്ക്ക് കൊടുക്കും. അതിൻ്റെ ഒരു വേഷത്തിൽ ഇന്നും വന്ന് നിൽക്കുകയാണ്. ഇന്നിവർ നിൽക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. ടൂറിസ്റ്റുകൾക്ക് ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം. ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുത്തു. ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴാണ് വേറെ ടൂറിസ്റ്റുകളും വന്ന് കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പം ഞങ്ങൾ സുനീർ കുറച്ച് പൈസയൊക്കെ കൊടുത്തു എടുത്ത്. സുനീർ വളരെ ഉദാരമതിയാണ് കേട്ടോ. ഇത്തരത്തിൽ ആരെ കണ്ടാലും പുള്ളി നന്നായിട്ട് പൈസ എടുത്ത് കൊടുക്കും. അവരെയൊക്കെ പിന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇതിനകത്തേക്ക് കയറുന്നു. അകത്തെ ഈ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് നടക്കുന്നു. ഒരു ഭാഗം കഴിയുമ്പോഴത്തേക്കും ഭക്ഷണ സാധനങ്ങളുടെ തെരുവുകായി, അതായത് പലതരത്തിലുള്ള മൊറോക്കൻ വിഭവങ്ങൾ. ഒരു ഭാഗം മുഴുവൻ സീ ഫുഡാണ്. സീ ഫുഡ് എന്ന് പറഞ്ഞാൽ മാവിൽ പുരട്ടി വറുത്ത് വെച്ചിരിക്കുന്ന സ്ക്വിഡ്, ഷ്രിമ്പ്, പ്രോൺസ്, പലതരം മത്സ്യങ്ങളൊക്കെ. ഈ മത്സ്യത്തിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ, അല്ല അതിൻ്റെ നിറമൊന്നും കാണാൻ പറ്റില്ല. കാരണം അതിൻ്റെ പുറത്തുകൂടി ഒരു മാവ് പുരട്ടിയിട്ടാണ് വറുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നീളമുള്ള ഒരു മത്സ്യം ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതെന്താ സംബന്ധിച്ചപ്പോൾ പറഞ്ഞു സാർഡീനാണെന്ന് പറഞ്ഞു. സാർഡീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മത്തിയാണ്. നല്ല മാവിൽ പൊരിച്ചങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എവിടുന്നാണ് നിങ്ങളെന്ന് ചോദിച്ചു. അപ്പം ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ പടം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളുടെ നേരെ ക്യാമറ തിരിച്ചു വെച്ചു. അയാൾ വന്ന് സുനീറിനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഹിന്ദി പാട്ട് അങ്ങ് പാടി. ഗംഭീരമായിട്ട് അങ്ങ് പാടി. യുമാർക്കെല്ലാം ഹിന്ദി പാട്ടുകൾ അറിയാം. പ്രത്യേകിച്ച് 70കളിലെ 80കളിലെയൊക്കെ അമിതാഭ് ബച്ചൻ്റെ, അമീർ ഖാൻ്റെ, സൽമാൻ ഖാൻ്റെ ഒക്കെ ആരാധകരാണ് ഇവർ. എന്ന് മാത്രമല്ല, ഹേമമാലിനി, ഇന്ത്യൻ സിനിമാ നടിമാരെ മുഴുവൻ ഇവർക്ക് പരിചയമാണ്. പല സിനിമയിലെയും ഡയലോഗ് മുഴുവൻ ഇവർക്കറിയാം. കുറേ നേരം കെട്ടിപ്പിടിച്ച് കഥയൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് യാത്രയായി വീണ്ടും ചന്തക്കകത്തേക്ക് നടക്കുകയാണ്. ചന്തക്കകത്ത് ഒരു ഭാഗത്തെത്തുമ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ നടുക്ക് ഞാൻ പറഞ്ഞില്ല, നടക്കാനുള്ള പെഡസ്ട്രിയൻ സ്ട്രീറ്റ് മാത്രമാണ്. അവിടെ ഫ്രഷ് ഓറഞ്ച് ഇങ്ങനെ ഒരു ഞെക്കിക്കകത്ത് വെച്ച് പിഴിഞ്ഞ് അതിനകത്ത് ജ്യൂസ് അപ്പം തന്നെ എടുത്ത് തരുന്നു ഒരു സ്ത്രീ അവിടെ നിന്ന് പണിയുന്നത്. ഓറഞ്ച് നടുവേ അങ്ങ് മുറിക്കും, എന്നിട്ട് ഇതിനകത്തോട്ട് കമത്തി വെക്കും, എന്നിട്ട് പ്രസ് ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളമേ വരുള്ളൂ. അപ്പോൾ ഈ സ്ത്രീ മടുക്കുകയാണ്. അപ്പോൾ ഇത്തിരി കഴിഞ്ഞപ്പോൾ സുനീറിന് സങ്കടമായി. ഈ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. സുനീറോട് അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു. സുനീർ ഓറഞ്ച് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് പിഴിയാൻ തുടങ്ങി. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ പിഴിയുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നിയെങ്കിലും അതിനേക്കാൾ നമുക്ക് സങ്കടം തോന്നി സുനീർ ഇത് പിഴിയുന്ന കാണുമ്പോൾ. കാരണം ഒരു 2 സ്പൂണൊക്കെ ഒരു നാരങ്ങ ഓറഞ്ചിൽ നിന്ന് പുറത്ത് വരുന്നത് തുടങ്ങിപ്പോയില്ലേ. കുറേ നേരം പുള്ളി പണിത് ഒരു അര ഗ്ലാസ് വീതം ഞങ്ങൾക്കൊക്കെ തന്നു. ഇത് കണ്ടുകൊണ്ട് അപ്പുറത്തൊരു കടക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ വന്നു, എന്നിട്ട് പറഞ്ഞു എനിക്കും വേണം ഒരു ഗ്ലാസ്. അപ്പം ഞങ്ങൾ 2 പേരും കുടിച്ചപ്പോൾ പണി നിർത്താൻ നോക്കിയിരുന്ന സുനീറിന് അടുത്ത പണി ഇയാൾ കൊടുത്തിരിക്കുകയാണ്. പിഴിഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ബാക്കി കടക്കാരൊക്കെ കൂടി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇവരൊക്കെ ഭയങ്കര രസികന്മാരാണ്. ക്യാമറയുടെ മുമ്പിലും അന്യനാട്ടുകാരുടെ അടുത്തുമൊക്കെ വളരെ ഫ്രണ്ട്ലിയായി ബിഹേവ് ചെയ്യുന്ന, തമാശ ഇഷ്ടപ്പെടുന്ന മൊറോക്കൻ ആൾക്കാർ. അങ്ങനെ അതിലെ കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടു നടന്നു. കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ കയറി. അപ്പോൾ സുനീർ പറഞ്ഞു, വിശക്കുന്നില്ല ചേട്ടാ, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. അവർക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു കഴിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്,
തനി നാടൻ മൊറോക്കൻ വിഭവത്തിൽ നിന്ന് തുടങ്ങണം. അതേറ്റു. നിങ്ങൾ ഒരു ഇച്ചിരി തറയാകാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു ഞാൻ ഏത് ലെവൽ വരെയും തറയാകാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കശാപ്പ് ശാലയിൽ പോയി ഭക്ഷണം കഴിക്കാം. ധൈര്യമുണ്ടോ? ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലം ഏതാണെങ്കിലും എനിക്ക് ധൈര്യമാണ്. കാരണം നിങ്ങളെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. ശരി, തനി തറ നാടൻ കശാപ്പ് നടത്തുന്നിടത്ത് പോയിട്ട് നമ്മൾ ഇറച്ചി മേടിച്ച് കഴിക്കും. വിട്ടോളാൻ പറഞ്ഞു. വണ്ടി വിട്ടു. കുറേ സ്ഥലത്തൂടെ ഇങ്ങനെ ഓടി നഗരം അങ്ങ് കഴിഞ്ഞു. പിന്നെ കുറേ ഗോഡൗണൊക്കെ ഉള്ളൊരു വിജനമായൊരു പ്രദേശം, എന്തോ ഒരു അധോലോക പ്രദേശം പോലത്തെ. ഇരുണ്ടതൊന്നുമല്ല, പക്ഷെ മനുഷ്യരില്ല. ശനിയാഴ്ചയാണെന്ന്. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് ഒരു വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും ആളില്ലാത്തത്. പക്ഷേ ഒരു മനുഷ്യരില്ലാത്തൊരു പ്രദേശത്തൂടെ കുറേ ദൂരം ഓടി. ഒരു റോഡ് സൈഡിൽ ചെറിയ കുറേ പീടികകളിങ്ങനെ നിരന്നിരിക്കുന്നു. ആ പീടികയിൽ നിന്നൊക്കെ പുക വരുന്നുണ്ട്. പുക ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പുറകിൽ നിന്ന് ബാക്കി ലൈറ്റും കൂടെ ഇങ്ങനെ സൂര്യൻ്റെ അടിക്കുമ്പം ഈ പുക രസമാണ്. അവിടെ ഒരു കടയുടെ മുമ്പിൽ മറ്റേ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി കൊണ്ടുപോയി നിർത്തി ഇറങ്ങി. അപ്പോൾ പറഞ്ഞു ഇതിനകത്ത് ഇത്. അപ്പോൾ നോക്കുമ്പം ഈ കടകളിലെല്ലാം ഫ്രണ്ടിൽ ആടിനെ കൊന്നിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് മാംസം ഇങ്ങനെ തൂക്കി ഇട്ടിരിക്കുകയാണ്. അതിനകത്തു നിന്നാണ് ഈ പുക വരുന്നത്. അപ്പോൾ ഇതൊരു മാംസക്കടയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് ഭക്ഷണം കഴിക്കാൻ എന്താ സൗകര്യം? അതെനിക്കൊരു സംശയമായി. ആദ്യത്തെ ഒരു കടയിലേക്ക് തന്നെ ചെന്നു. അതിനകത്ത് കുറേ മാംസം ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. മാംസം മാത്രമല്ല, ആന്തരാവയവങ്ങളും കരള് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ട്. കടയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്ന ഒരു പാചകക്കാരൻ. അപ്പോൾ ഇവർ വലിയ സുഹൃത്തുക്കളാണെന്ന് മനസ്സിലായി. അപ്പോൾ സുനീർ പറഞ്ഞു ഞാൻ ഇടയ്ക്കൊക്കെ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഇവിടെ വരും. നല്ല ഫ്രഷ് മാംസം കിട്ടും. അത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഇവിടെ ഇരുന്ന് കഴിക്കും. ഫ്രണ്ടിൽ മാംസം ഇങ്ങനെ തൂക്കിയിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടകത്ത് ഗ്രില്ല് ചെയ്യാനുള്ള അല്ലെങ്കിൽ കനലിൽ ചുട്ടെടുക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഉണ്ട്. അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ പുറത്തേക്ക് പുക വരുന്നത്. മാത്രമല്ല ഈ മാംസം ഇങ്ങനെ മൊരിയുന്നതിൻ്റെ മണം അവിടെ എല്ലാം സ്പ്രെഡ് ചെയ്തിരിക്കുക. നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു തരം മണമാണ്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഒരു സാധാരണ റെസ്റ്റോറൻറ്റ് പോലെ മേശകളും കസേരകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ത്രീയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥ. ഈ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പുരുഷനാണെങ്കിലും സ്ത്രീയാണ് ഉടമസ്ഥ. അപ്പോൾ സുനീറിനെ ഇവർക്കെല്ലാം പരിചയമാണ്. പുള്ളി ചൂണ്ടിക്കാണിക്കുന്ന ഭാഗത്തു നിന്ന് മാംസം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. വലിയൊരു തളിക പോലെ ഒരു പാത്രത്തിലേക്ക് വെക്കുന്നു. കുറേ കരൾ, കുറേ മാംസം, ഇതെല്ലാം പുള്ളി പറഞ്ഞ ഭാഗത്ത് നിന്നെല്ലാം കട്ട് ചെയ്തെടുക്കുന്നു. ആട്ടിൻ്റെ മാംസമാണ്. എന്നിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നമ്മൾ ഈ 3 പേർക്ക് ഇത്രയും വേണോ? ഒരു 3-4 കിലോ മാംസമാണിത്. എന്നാൽ കുറച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിനകത്തുനിന്ന് ഒരു 2 കഷ്ണം എടുത്തങ്ങ് മാറ്റിച്ചു. എന്നാലും വലിയ ക്വാണ്ടിറ്റി തന്നെയാണ്. എന്നിട്ട് തൂക്കി നോക്കുന്നു. അപ്പോൾ ഈ തൂക്കത്തിനാണ് പൈസ. ബാക്കി തൂക്കി ഇയാൾ സമ്മതിച്ചു. പിന്നെ അത് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങി. ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരു കാര്യം അറിയാം, ഇതിൽ ഒരു മസാലയും പുരട്ടില്ല, ഒരു സാധനവും പുരട്ടില്ല. ഇത് കനലിൽ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സംശയം, ഈ പച്ചമാംസം ഇങ്ങനെ കനലിൽ ചുട്ടാനൊരു രുചിയുണ്ടാവും. മാത്രമല്ല പിന്നെ സവാള, തക്കാളി, ക്യാരറ്റ് എന്തൊക്കെയോ സാധനങ്ങൾ കട്ട് ചെയ്ത് അതും ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ കൂടെയുള്ള അനുസാരി മാംസത്തിൻ്റെ കൂടെ കഴിക്കേണ്ടത്. അപ്പോഴത്തേക്കും ഓരോ മൊറോക്കൻ ചായ ഞങ്ങൾക്ക് വന്നു. അത് കയറി വന്നാൽ ഉടനെ കിട്ടുന്ന സാധനമാണ്. നേരത്തെ കഴിച്ചതുപോലെ തന്നെ നല്ല മിൻറ്റും പഞ്ചാരയൊക്കെ ഇട്ട നല്ല കട്ടൻ ചായ. അപ്പോഴത്തേക്കും നമുക്കുള്ള മാംസം ഇതാ മൊരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. ഈ സ്ത്രീയാണ് കൊണ്ടുവന്ന് വിളമ്പുന്നത്. ഈ കടക്കാരി തന്നെ, ഉടമസ്ഥ തന്നെ, അവർ കൊണ്ടുവന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചു. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് സുനീറിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു. ആദ്യത്തെ കഷ്ണം എടുത്ത് വായിലേക്ക് വെച്ചു. വാവ്, അസാധ്യ രുചി എന്ന് പറഞ്ഞാൽ അസാധ്യ രുചി. ഒരു മസാലയും ഒരു പൊടിയും ഒന്നുമില്ലെങ്കിലും, ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും മാംസം, ഫ്രഷായ മാംസം ഗ്രില്ല് ചെയ്ത് കനലിൽ ചുട്ടെടുക്കുന്നതിൻ്റെ രുചി ഏതായാലും അസാധ്യമായൊരു അനുഭവമായിരുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി, എന്തൊക്കെയോ ഒരു മസാലപ്പൊടിയൊക്കെ 2 പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്കതിനകത്ത് വേണേൽ മുക്കിയിട്ട് കഴിക്കാം. ചാറായിട്ടല്ല, പൊടിയായിട്ട് മാത്രം. അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഏതായാലും അതിഗംഭീരമായ ഒരു ഭക്ഷണമായിരുന്നത്. അപ്പോഴത്തേക്കും മണി ഒരു 4:30-5 മണിയായി. സുനീർ പറഞ്ഞു ഒരു കാര്യം ചെയ്യട്ടാ, ഇന്ന് പോയി കിടന്നുറങ്ങുക. കാരണം നാളെ നമ്മൾ ഫെസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു 5-6 മണിക്കൂർ ഓടാനുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി നേരത്തെ പോയില്ലേ കാര്യം നടക്കില്ല. ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന മൊഗദോർ മറീന എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടേക്ക് വണ്ടി വിട്ടു. വലിയൊരു ഹോട്ടലാണ്, നല്ലൊരു ഹോട്ടലാണ്. രാവിലെ കാണാമെന്ന് പറഞ്ഞ് സുനീറും റിസ്വാനും പോയി. ഞാൻ ആ ഹോട്ടലിൻ്റെ 8ാം നിലയിലെ എൻ്റെ മുറിയിലേക്ക് ചെന്നു. തരക്കേടില്ലാത്ത മുറി. ജാലകത്തിൻ്റെ കർട്ടനൊക്കെ മാറ്റി ഇങ്ങനെ നോക്കുമ്പം അങ്ങ് പടിഞ്ഞാറെ ചക്രവാളത്തിൽ സൂര്യൻ അങ്ങ് താന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയും കണ്ട് കുറേ നേരം ഞാൻ അവിടെ നിന്നു.
മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.